Welcome to the Super Biology. Friends, in this video we are going to discuss about single cell clones. First we are going with the explanation, definition of single cell. A clone mass of cell derived from mitosis forms a single cell. അപ്പം ഇവിടെ സെൽസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലോൺ സെൽസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീനോടൈപ്പും കാരോടൈപ്പും ഐഡൻറ്റിക്കൽ ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഇപ്പം ക്ലോണിങ് ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ ആ ഒരു ചേഞ്ചസ് അവിടെ റിവീൽ ചെയ്യും. കൂടാതെ തന്നെ സിംഗിൾ സെൽസിൽ നമ്മൾ പ്ലാൻ ടിഷ്യൂസിൽ ഒരു സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ നമ്മൾ ക്ലോൺ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സിംഗിൾ സെൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഈസിയറായിട്ട് പറഞ്ഞാൽ a clone is a group of identical cells that share common ancestry. അതായത് സെയിം സെൽസിൽ നിന്ന് ഡിറൈവ് ചെയ്തു വന്ന സെൽസിനെയാണ് നമ്മൾ സിംഗിൾ സെൽ ക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ സെൽ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് എടുക്കണം. നമ്മൾ പറഞ്ഞ ജീനോടൈപ്പും കാരോടൈപ്പും സെയിം ആയിട്ട് ഏതൊരു കണ്ടീഷനിലും സെയിം ആയിട്ട് റിവീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു സെല്ലിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ഫംഗ്ഷനൊക്കെ നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടീസിനെ വെച്ച് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ടിഷ്യൂ കൾച്ചറിൽ മെയിൻലി ക്യാരക്ടർ ഡെവലപ്മെൻറ്റിലൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സിംഗിൾ സെൽസിനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡി പ്രൊഡക്ഷന് വേണ്ടിയും നമ്മൾ ഈ ഒരു സിംഗിൾ സെല്ലിനെ ഒരു മോണോക്ലോണലിനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ സെല്ലിലാണ് നമ്മൾ രണ്ട് ടേം കേട്ടിട്ടുണ്ട്. ഒന്ന് പോളിക്ലോണൽ, അതായത് ഫ്യൂ ക്ലോൺസിൽ നിന്ന്, അത് 3, 4, 5 ക്ലോൺസ് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് പോളിക്ലോണൽ. മോണോക്ലോണൽ എന്ന് പറയുമ്പോൾ ഒറ്റ സിംഗിൾ ക്ലോൺസിൽ നിന്ന്, അതായത് ഒറ്റ സിംഗിൾ സെൽ ക്ലോൺസിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉള്ള ഒരൊറ്റ സിംഗിൾ സെല്ലിൽ നിന്നുള്ള ക്ലോൺസിനെ നമ്മൾ എടുത്ത് അതിനെ കൾച്ചർ ചെയ്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് യൂസ് ചെയ്യുകയാണ് മോണോക്ലോണലും. മെയിൻലി അത് ഇമ്മ്യൂണോജെൻസിറ്റിയിലും കൂടാതെ ഇമ്മ്യൂണോഗ്ലോബിൻസിൻ്റെ പ്രൊഡക്ഷനൊക്കെയാണ് നമ്മൾ മോണോക്ലോണൽസ് യൂസ് ചെയ്യുന്നത്. Going to discuss about the art of generating single cell clones. Before moving to the exact topic, I would like to share you that the Nobel Prize for Chemistry for 2020 was shared by Emmanuel Charpenter and Jennifer A. Doudna for the novel findings in CRISPR and Cas9 technology. Actually, the CRISPR and Cas9 technology were mainly for gene editing, but also it will be helpful for the single cell clone that we are discussing in an entire video. So don't forget to watch this video till end. We are going to discuss about the art of generating single cell clones. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ന് മോഡേൺ അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുള്ള ക്രിസ്പർ കാസ്9 ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ മമ്മേലിയൻ സെൽ ലൈനിലേക്ക് നമുക്ക് മ്യൂട്ടേഷൻ ഉണ്ടാകാൻ വളരെയധികം എളുപ്പമാണ്. പക്ഷേ നമ്മളൊരു മ്യൂട്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു സെൽസിൽ ഈ ഒരു സെയിം മ്യൂട്ടേഷൻ ഉണ്ടോ എന്നും അല്ലെങ്കിൽ ആ ഒരു മ്യൂട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സെയിം ആയിട്ടുള്ള എക്സ്പ്രഷൻ പ്രൊഫൈലും ഹോമോജീനിയസ് ആയിട്ടുള്ള സെല്ലാണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? സോ നമുക്ക് ഒരു 100% ട്രാൻസാക്ഷൻ എഫിഷ്യൻസി ഉണ്ടല്ലോ, അതായത് GC റിപ്പോർട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആ സെൽസിനെ പറ്റി ആ ഒരു ടാർഗറ്റ് ചെയ്ത രീതിയിലുള്ള മ്യൂട്ടേഷൻ ആണോ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Clones are originally generated from a multi-clonal population. അപ്പോൾ ഒരു മൾട്ടി-ക്ലോണൽ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് ആവശ്യമായ രീതിയിൽ, അതായത് പ്യുവർ ആയിട്ടുള്ള ക്ലോണൽ പോപ്പുലേഷനെ, അതായത് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ക്ലോണൽ പോപ്പുലേഷനെ നമുക്ക് വേണ്ട രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത് മെയിൻലി നമ്മൾ 2 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിംഗിൾ സെൽ ക്ലോൺസ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഒന്ന് സീരിയൽ ഡൈല്യൂഷൻ മെത്തേഡും മറ്റൊന്ന് ക്ലോണിംഗ് റിങ്സ് അല്ലെങ്കിൽ ക്ലോണിംഗ് സിലിണ്ടേഴ്സ്. അപ്പോൾ സീരിയൽ ഡൈല്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വെൽ പ്ലേറ്റ്, അതായത് 100 വെൽസ് ഉള്ള ഒരു വെൽ പ്ലേറ്റിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ സെൽ, ഒരു 15-ൽ കൂടുതൽ വെൽസിൽ നമുക്കൊരു സിംഗിൾ സെൽ കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളൊരു സീരിയൽ ഡൈല്യൂഷൻ മെത്തേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സിംഗിൾ സെല്ലിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം മ്യൂട്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു സെല്ലിനെ നമ്മൾ കൾച്ചർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിൻലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു മെത്തേഡാണുള്ളത്. സീരിയൽ ഡൈല്യൂഷൻ മെത്തേഡിൽ നമ്മൾ പറഞ്ഞ എയിം എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ സെൽ അറ്റ്ലീസ്റ്റ് മോർ ദാൻ 15 വെൽസ് എന്ന രീതിയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ ഒരു മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമുക്ക് മോഡേൺ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാടധികം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടെ നമുക്ക് സീരിയൽ ഡൈല്യൂഷൻ കുറച്ച് ഫാസ്റ്ററായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് പറഞ്ഞാൽ ക്ലോണിംഗ് റിങ്സ് അല്ലെങ്കിൽ ക്ലോണിംഗ് സിലിണ്ടേഴ്സ് ആണ്. അപ്പോൾ ക്ലോണിംഗ് സിലിണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് സ്മോളറായിട്ടുള്ള സിലിണ്ടേഴ്സാണ്. നമ്മൾ പോളിസ്റ്ററൈൻ അല്ലെങ്കിൽ പൈറക്സ് യൂസ് ചെയ്തിട്ടാണ്
നമ്മൾ ക്ലോണിങ് റിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ക്ലോണിങ് റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാസ്റ്റർ പിപ്പറ്റ് നമ്മൾ മുറിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ ക്ലോണിങ് റിങ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ സെൽസിനെ കൗണ്ട് ചെയ്തെടുക്കണം. കൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ സെൽസിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സിംഗിൾ സെൽ ആ ഒരു ഡിഷിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സിംഗിൾ സെല്ലിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ക്ലോണിങ് റിങ്സിലേക്ക് സിലിണ്ടേഴ്സ് നമ്മൾ ആ പ്ലേറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സിംഗിൾ സെൽ കോളനീസിനെ, അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ സെൽസിനെ കൗണ്ട് ചെയ്ത് അതിനെ ആ നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ച് നമ്മൾ സിംഗിൾ സെല്ലിനെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത ആ സ്ഥലത്തിൽ നിന്നാണ് നമ്മൾ സിംഗിൾ സെൽ കോളനീസിനെ നമ്മൾ എടുക്കുന്നത്. ആ ഒരു സിംഗിൾ കോളനീസിൽ നമ്മൾ ക്ലോണിങ് റിങ്സ് അറ്റാച്ച് ചെയ്യുകയാണ്, അതായത് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കോളനി എന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾ സെൽ കോളനിയാണ്. അവിടെ നമ്മൾ ക്ലോണിങ് റിങ്സ് വെച്ചതിന് ശേഷം നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതിനെ വാഷ് ചെയ്ത് റീസസ്പെൻഡ് ചെയ്ത് നമ്മളൊരു പുതിയ മീഡിയത്തിലേക്ക് കൾച്ചർ ചെയ്ത് ആ ഒരു സെൽസിനെ നമ്മൾ കൾച്ചർ ചെയ്ത് യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. Going to discuss its benefit. It may not be seen difficult to single cell clone a mutant cell line, as it is time consuming and take about 2 months depending on its growth of cell lines. Sometimes it may end up with single cell that had GFP reporter but turns out W2 sequence. Thus, it is important to isolate single cell clones after engineering mutation, that is CRISPR or Cas9, that can generate heterogeneous mutants. Next, we are going to discuss about CRISPR and Cas9. CRISPR is a cluster regularly interspaced short palindromic sequence. ഇതാണ് ക്രിസ്പറിൻ്റെ ഫുൾ ഫോം. Cas9 എന്ന് വെച്ചാൽ ക്രിസ്പർ അസോസിയേറ്റഡ് പ്രോട്ടീൻസ് 9. അപ്പോൾ ക്രിസ്പർ എന്ന് പറയുമ്പോൾ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3. അപ്പോൾ ക്രിസ്പറിനെ 3 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ Cas9 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3ആണ്. ഒന്ന് വൈൽഡ് ടൈപ്പ്, രണ്ടാമത് Cas9D10A, രണ്ട് Cas9D10A, തേർഡ് വൺ ഇസ് Cas9. ഇങ്ങനെ ക്രിസ്പറിനെയും Cas9നെയും 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ടൈപ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പോകത്തില്ല, കാരണം നമുക്ക് സിംഗിൾ സെൽ ക്ലോൺസിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് നമ്മൾ ഈ ക്രിസ്പറും Cas9നും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് CRISPR എന്താണെന്ന് നോക്കാം. CRISPR എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫാമിലി ഓഫ് DNA സീക്വൻസ് ഇൻ ബാക്ടീരിയ. Sequences contain nets of DNA from viruses that have attached the bacterium. These synthetics are used by bacterium to detect and destroy DNA from further attack by similar virus. Cas9 it is an RNA-connected DNA endonucleases enzyme associated with CRISPR. അപ്പം ഇതെന്ന് പറയുന്നത് DNA endonucleases RNA കണക്ട് ചെയ്ത CRISPR എൻസൈം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് Cas9 എന്ന് പറയുന്നത്. ഇത് മെയിൻലി നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നത് കൂടിയാണ് ഈ Cas9. കൂടാതെ തന്നെ ഈ ജീൻ എഡിറ്റിങ്ങിന് നമുക്കറിയാം പ്രൂഫ് റീഡിങ് മെക്കാനിസം, നമ്മുടെ പ്രൂഫ് റീഡിങ് മെക്കാനിസം നമ്മുടെ DNA നടക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രൂഫ് റീഡിങ് മെക്കാനിസത്തിൽ ഏതെങ്കിലും രീതിയിലൊരു മ്യൂട്ടേഷൻ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ Cas9 പ്രോട്ടീൻ, ഈ CRISPR ടെക്നോളജി Cas9 പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോട് കൂടി ആ ഒരു മ്യൂട്ടേഷൻസിനെ അത് തനിയെ റീഡ് ചെയ്ത് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഒരു Cas9 പ്രോട്ടീൻസിന് കഴിയും. ഇനി നമ്മൾ CRISPR എന്നുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, CRISPR അല്ലെങ്കിൽ Cas9 സിസ്റ്റം എന്ന് പറയുന്നത് is a prokaryotic system that confers resistance to foreign genetic elements such as those present within plasmid and phages that provides a form of acquired immunity. അത് CRISPR അല്ലെങ്കിൽ Cas9 സിസ്റ്റം എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്ടിക് സിസ്റ്റത്തിലുള്ള ഒരു ഫോറിൻ ജെനറ്റിക് എലമെൻസിന് വേണ്ടി ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഈ CRISPR എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പ്ലാസ്മിഡ്സിലും ഫേജസിൽ, അതായത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഫോമിൽ ഒരു റെസിസ്റ്റൻസ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഈ ഒരു CRISPR സിസ്റ്റം എന്ന് പറയുന്നത്.
CRISPR അല്ലെങ്കിൽ Cas9 ടെക്നോളജി എങ്ങനെയാണ് നമ്മുടെ സിംഗിൾ സെൽ ക്ലോണിൻ്റെ പ്രൊഡക്ഷന് അല്ലെങ്കിൽ ഹാർബറിങ്ങിന് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ ഒരു CRISPR-Cas9 ടെക്നോളജി എന്ന് പറയുന്നത് ഒരു മമ്മേലിയൻ സെല്ലിൻ്റെ ഒരു ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ജീനിലെ ഒരു ഫങ്ഷണൽ മ്യൂട്ടേഷനെ റാപ്പിഡ്ലി ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു റാപ്പിഡ് ജനറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സിംഗിൾ സെല്ലിലെ ഈ മ്യൂട്ടേഷനെ ഹാർബർ ചെയ്ത് ആ ഒരു മ്യൂട്ടേഷനെ പുതിയ സെല്ലായിട്ട് ഈ ഒരു മ്യൂട്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ ഒരു CRISPR വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലോണൽ സെൽ ലൈൻസിൽ അതിൻ്റെ പ്രോട്ടീൻ ഫംഗ്ഷനും അതിൻ്റെ ജീൻ ലോസിനെ അനലൈസ് ചെയ്യാനും ബയോളജിക്കൽ റിലേഷൻസിൻ്റെ സ്പെസിഫിസിറ്റി കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ന്യൂ ക്ലോണൽ സെൽ ലൈന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു CRISPR-Cas9 ടെക്നോളജി ഈ ഒരു സിംഗിൾ സെൽ ഹാർബറിങ്ങിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെയും കുറച്ച് ടെക്നിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് നോക്ക് ഔട്ട് ക്ലോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് വരണമെന്നില്ല. പിന്നെ ഈ ഒരു CRISPR സിസ്റ്റം ഇത് ഇവോൾവ് ചെയ്തത് തന്നെ ന്യൂക്ലിക് ആസിഡിനെ ടാർഗറ്റ് ചെയ്യുന്ന ബാക്ടീരിയൽ ഡിഫൻസ് മെക്കാനിസം. അതായത് ഈ ഒരു CRISPR സിസ്റ്റം ന്യൂക്ലിക് ആസിഡിനെ ടാർഗറ്റ് ചെയ്ത് ബാക്ടീരിയൽ ഡിഫൻസ് മെക്കാനിസത്തിനെ ഒരു വൈറൽ ഇൻഫെക്ഷന് വേണ്ടി റെസിസ്റ്റൻസ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു CRISPR സിസ്റ്റം ഇവോൾവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിനെ പറ്റി ഈ ഒരു വൈറൽ റെപ്ലിക്കേഷൻ റെസിസ്റ്റൻസിന് വേണ്ടി ഒരു ബാക്ടീരിയൽ ഡിഫൻസ് മെക്കാനിസം വഴി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സയൻറ്റിസ്റ്റ് ഒരുപാട് വർക്ക്സ് ഇപ്പോൾ കൊണ്ടുവരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സെല്ലിലോ ഒരു ഓർഗാനിസത്തിൻ്റെ ജീനോമിൽ തന്നെ നല്ല രീതിയിലുള്ള മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു CRISPR സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മമ്മേലിയൻ ജെനറ്റിക്സിലും സെൽ ബയോളജിയിലും CRISPRന് വലിയ ഒരു റോളാണ് വഹിക്കുന്നതെന്നത്. ഇനി നമ്മൾ Cas9 പ്രോട്ടീൻസിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം മമ്മേലിയൻ സെല്ലിൽ നമ്മളൊരു സ്യൂട്ടബിൾ ഗൈഡ് RNA കൊടുക്കുന്നുണ്ട്. Cas9 ന്യൂക്ലിയസ് അവിടെ എക്സ്പ്രസ് ചെയ്യും. അത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലോക്കസ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്യൂട്ടബിൾ ടെംപ്ലേറ്റിന് ഇതായി ആ ഒരു ബ്രേക്കിനെ നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്കിനെ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് വഴി നമുക്ക് അവിടെ ആ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വഴി നമുക്ക് ആ ബ്രേക്കിനെ റിപ്പയർ ചെയ്യാനും സാധിക്കും. കൂടാതെ തന്നെ നോവൽ അല്ലെങ്കിൽ ട്രാൻസ്ജീൻ ടാർഗറ്റ് സൈറ്റിൽ കൊടുക്കുന്ന ട്രാൻസ്ജീൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ നമുക്ക് അവിടെ റിപ്പയറിങ് സോൾവ് ചെയ്യാൻ ഈ ഒരു Cas9 പ്രോട്ടീൻസിനെ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ CRISPR-Cas9ൻ്റെ ഒരു CRISPR-Cas9ൻ്റെ സ്റ്റെപ്സിനെ ബ്രീഫ്ലി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യമേ ഒരു നോക്ക് ഡൗൺ സ്ട്രാറ്റജിനെ ചൂസ് ചെയ്യണം. നോക്ക് ഡൗൺ സ്ട്രാറ്റജി ചൂസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 വെക്ടർ സിസ്റ്റത്തിനെ ഒറ്റ വെക്ടർ സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ് ഈ ഒരു നോക്ക് ഡൗൺ സ്ട്രാറ്റജി ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു വൺ വെക്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു ഗൈഡ് RNA നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ വെക്ടറിനെ ജനറേറ്റ് ചെയ്തെടുക്കും. ഈ ജനറേറ്റ് ചെയ്തെടുക്കുന്ന വെക്ടറിലേക്കാണ് നമ്മൾ CRISPR പ്ലാസ്മിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ CRISPR പ്ലാസ്മിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ ഗൈഡ് RNA നമുക്ക് ട്രാൻസ്ഫെക്ഷനും ലെങ്കിവാണ് ട്രാൻസ്ഡക്ഷൻ ഇൻട്രൊഡക്ഷനും നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് നമ്മൾ സിംഗിൾ സെൽ ക്ലോൺസിനെ ഐസൊലേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തെടുക്കും. പിന്നീട് അതിനെ സോർട്ട് ചെയ്ത് ബാക്കി ഗ്രോത്തിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ സെൽ ക്ലോൺസിൻ്റെ അത് സോർട്ടിങ് ഔട്ട് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമാണ്. ഇത് നമ്മൾ പിന്നീട് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് വഴി നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള പ്രോസസ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ഷോർട്ടായിട്ട് നമ്മുടെ ഒരു CRISPR ടെക്നോളജി എങ്ങനെയാണ് നമ്മുടെ സിംഗിൾ സെൽ പ്രൊഡക്ഷന് വേണ്ടി യൂസ്ഫുൾ ആക്കി മാറ്റാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു ചെറിയ സ്റ്റെപ്സ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ CRISPR ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. ജീൻ സൈലൻസിങ്ങിന് വേണ്ടിയും CRISPR-Cas9 DNA ഫ്രീ ആയിട്ടുള്ള ജീൻ എഡിറ്റിങ്ങിന് വേണ്ടിയും ഹോമോളജി ഡയറക്റ്റഡ് ആയിട്ടുള്ള റിപ്പയറിങ്ങിന് വേണ്ടിയും ട്രാൻസ്ജീൻ സൈലൻസിങ്ങിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ മെയിൻലി ഈ ഒരു CRISPR ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എൻഡോജീനസ് ജീൻസിൻ്റെ ട്രാൻസിയൻറ്റ് ആക്ടിവേഷനും അതുപോലെ തന്നെ എംബ്രിയോണിക് സ്റ്റെം സെൽ ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയും ഒരു പൂൾഡ് ജീനോം സ്കെയിലിൻ്റെ സ്ക്രീനിങ് കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു CRISPR ടെക്നോളജി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് എങ്ങനെ സിംഗിൾ സെൽ ക്ലോൺസിനെ ജനറേറ്റ്
ചെയ്യാൻ സാധിക്കും എന്നും അതിൽ ഒരു ക്രിസ്പർ ടെക്നോളജിയുടെ ഇൻവോൾവ്മെൻറ്റിൻ്റെ കാര്യം അതിൻ്റെ ബെനിഫിഷ്യൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. ഇനി നമുക്ക് സിംഗിൾ സെൽ ക്ലോൺസിനെ നമുക്ക് എങ്ങനെ കൾച്ചർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെയിൻലി സിംഗിൾ സെൽ ക്ലോൺസിനെ 4 ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഒന്ന് ഫിൽറ്റർ റാഫ്റ്റ് നേഴ്സ് ടെക്നിക്, സെക്കൻഡ് വൺ ഇസ് മൈക്രോ ചേംബർ ടെക്നിക്, തേർഡ് വൺ ഇസ് മൈക്രോ ഡ്രോപ്പ് മെത്തേഡ് ആൻഡ് ഫോർത്ത് വൺ ഇസ് ബർഗ്മാൻ പ്ലേറ്റിംഗ് ടെക്നിക്. ഈ ഒരു 4 ടെക്നിക്ക് വഴിയാണ് നമ്മൾ സിംഗിൾ സെല്ലിനെ നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫിൽറ്റർ റാഫ്റ്റ് നേഴ്സ് ടെക്നിക്കിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫിൽറ്റർ റാഫ്റ്റ് നേഴ്സ് ടെക്നിക്ക് പേര് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫിൽറ്റർ പേപ്പറിൽ നമ്മൾ ഒരു നേഴ്സിങ്, അതായത് ഒരു നറിഷ്മെൻറ്റ്, ഒരു ടിഷ്യൂ നറിഷ്മെൻറ്റ് കൊടുക്കുന്നു എന്നാണ് നമുക്കൊരു ടൈറ്റിൽ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ ഒരു സ്റ്റെറൈൽ പേപ്പറിനെ നമ്മൾ കാലക്സ് കൾച്ചറിൽ നമ്മൾ സെൽ കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് നമ്മളൊരു സിംഗിൾ സെല്ലിനെ ഈ ഒരു ഫിൽറ്റർ പേപ്പറിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. പ്ലേസ് ചെയ്തതിന് ശേഷം എക്സുഡേറ്റ്, അതായത് ഓർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, ഈ ഒരു ഓർഗാനിക് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നത് വഴി ഈ ഒരു സിംഗിൾ സെല്ലിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് ഈ ഒരു എക്സുഡേറ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് കോളനി ഡെവലപ്പ് ചെയ്ത് ആ കോളനീനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കൾച്ചർ ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഫിൽറ്റർ റാഫ്റ്റ് നേഴ്സ് ടെക്നിക്കിൽ വരുന്നത്. മൈക്രോ ചേംബർ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോ ചേംബറായിട്ടോ ഒന്നുകിൽ കവർ സ്ലിപ്പോ സ്ലൈഡോ അല്ലെങ്കിൽ ക്യാവിറ്റി സ്ലൈഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്യാവിറ്റി സ്ലൈഡിലേക്ക് നമ്മൾ സിംഗിൾ സെൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മീഡിയത്തിനെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു മിനറൽ ഡ്രോപ്പിനെ അതിൻ്റെ 2 സൈഡിലുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ മിനറൽ ഓയിലിനെ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു കൾച്ചറിനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ സിംഗിൾ സെൽ കോളനി ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ കൾച്ചറിങ് ആണ് ഈ ഒരു മൈക്രോ ചേംബർ ടെക്നിക്കിൽ വരുന്നത്. ഇനി നമുക്ക് മൈക്രോ ഡ്രോപ്പ് മെത്തേഡ് നോക്കാം. ഡ്രോപ്പ് മെത്തേഡിൽ നമ്മൾ ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിഷിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ മൈക്രോ ഡ്രോപ്പ് മെത്തേഡ് എംപ്ലോയ് ചെയ്തത്. മൈക്രോ ഡ്രോപ്പ് മെത്തേഡിൽ നമ്മൾ ക്യൂബിക് ഡിഷ് എന്ന് പറയുന്ന ഡിഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ 2 ചേംബറുണ്ട്, ഒരു ഔട്ടർ ചേംബറും ഒരു ഇന്നർ ചേംബറും എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡിഷ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഔട്ടർ ചേംബറിൽ നമുക്ക് സ്റ്റെറൈൽ വാട്ടറിനെ എടുക്കാനും അതുപോലെ തന്നെ ഇന്നർ ചേംബറിൽ മൈക്രോ വെൽസ് ഉള്ള രീതിയിലുമാണ് ഈ ഒരു ഡിഷുള്ളത്. അപ്പം ഈ ഒരു മീഡിയത്തിൽ സെൽ ഡെൻസിറ്റീനെ അനുസരിച്ച് നമുക്ക് ഒറ്റ സിംഗിൾ സെല്ല് ഒരു വെളിയിൽ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ബർഗ്മാൻ പ്ലേറ്റിംഗ് ടെക്നിക്കാണ് നോക്കുന്നത്. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്, സെൽ കൾച്ചറിങ്ങിന് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബർഗ്മാൻ പ്ലേറ്റിംഗ് ടെക്നിക്. അപ്പോൾ ബർഗ്മാൻ പ്ലേറ്റിംഗ് ടെക്നിക്കിന് ശേഷമാണ് നമ്മൾ ഫിൽറ്റർ റാഫ്റ്റ് നേഴ്സ് ടെക്നിക്ക്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു 2 ടെക്നിക്കാണ് ഈ മൊത്തം 4 ടെക്നിക്കിനെ വെച്ച് നോക്കുമ്പോൾ. ബർഗ്മാൻ പ്ലേറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഈ സെൽ സസ്പെൻഷനെ ഫിൽറ്ററിൽ നമ്മളൊരു സീൽ ട്യൂബ്സ് വഴി നമ്മൾ അരിച്ചെടുക്കുന്നു. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഫിൽറ്ററിട്ട് നമ്മൾ ലിക്വിഡ് മീഡിയത്തിലേക്ക്, ആ ഒരു ഫ്രീ സെല്ലിനെ ലിക്വിഡ് മീഡിയത്തിലേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലേറ്റിങ്ങിന് വേണ്ടി അതിൻ്റെ ഒരു ഡെൻസിറ്റി, ആ നമ്മൾ റിക്വയർ ചെയ്യുന്ന ഡെൻസിറ്റിക്കാളും ട്വൈസ് ഡെൻസിറ്റിയിൽ നമ്മൾ ഈ ഒരു പ്ലേറ്റിങ്ങിന് വേണ്ടി ചെയ്യുകയാണ്. അതിനുശേഷമാണ് നമ്മൾ മെൽറ്റഡ് ആയിട്ടുള്ള അഗാറും ഈ ഒരു നമ്മുടെ സെല്ലും ഉള്ള മിക്സറും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഈ ഒരു അഗാർ മീഡിയത്തിലേക്ക് നമ്മൾ ഈ ഒരു സിംഗിൾ സെല്ലിനെ പോർ ചെയ്ത് പെട്രി ഡിഷിൽ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പെട്രി ഡിഷിൽ ഈ സെല്ലിനെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ പാരാഫിലിൻ വെച്ച് സീൽ ചെയ്ത് ഡാർക്ക് റൂമിൽ ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോൾ ഈ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് നമുക്ക് ക്ലോൺ സെൽസിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ബർഗ്മാൻ പ്ലേറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സെൽ ക്ലോണിംഗ് ടെക്നിക്കും കൂടിയാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സെൽ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ സിംഗിൾ സെൽ ക്ലോൺസിൻ്റെ ആപ്ലിക്കേഷൻ എന്തെന്ന് നോക്കാം. ഇനി നമ്മൾ സിംഗിൾ സെൽ ക്ലോൺസിൻ്റെ ആപ്ലിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഫാർമസ്യൂട്ടിക്കൽ, മെഡിക്കൽ, ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ടിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഈ ഒരു സിംഗിൾ സെൽ ക്ലോൺസിനെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ തന്നെ പ്ലാന്റ്സിൻ്റെ റെസ്പിറേഷൻ, മെറ്റബോളിസം ആയിട്ടുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടിയും ഒരു പ്ലാന്റ് ഡിസീസ് കണ്ടെത്താനും ആ ഒരു പ്ലാന്റ് ഡിസീസ് ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള പ്രതിവിധികൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന സ്റ്റഡീസിനും നമ്മൾ ഈ ഒരു സിംഗിൾ സെൽ ക്ലോൺസിനെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു പ്ലാന്റിനുള്ള ഓർഗൻ ഫങ്ഷനെ ഇവാലുവേറ്റ് ചെയ്യാനും പ്ലാന്റ്സിൻ്റെ ജനറ്റിക്, മോർഫോളജിക്കൽ, പത്തോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടിയും സോമോക്ലോണൽ വേരിയൻറ്റ് പ്രൊഡക്ഷന് വേണ്ടിയും
സൊമാറ്റിക് എംബ്രിയോനെ ലാർജ് സ്കെയിലിൽ ക്ലോണൽ പ്രൊപ്പഗേഷനെ നമുക്ക് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സിംഗിൾ സെൽ ക്ലോൺസ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വീഡിയോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത സിംഗിൾ സെൽ ക്ലോൺ എന്ന് പറയുന്ന ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സിംഗിൾ സെൽ ക്ലോൺസിനെ പറ്റി മാത്രമല്ല പറഞ്ഞത്, അതിലുള്ള ക്രിസ്പർ കാസ്9 ടെക്നോളജിയുടെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റിയും നമ്മൾ പറഞ്ഞു. കാരണം ഈ ഒരു 2020 ഈ ഒരു ഒക്ടോബർ 8-നാണ് നമ്മുടെ കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും. അപ്പോൾ ആ ഒരു ടെക്നോളജി, ക്രിസ്പർ ടെക്നോളജിക്ക് വേണ്ടിയായിരുന്നു, ആ ഒരു നോബൽ ഫൈൻഡിങ്ങിന് വേണ്ടിയായിരുന്നു ആ ഒരു നോബൽ പ്രൈസ് ഷെയർ ചെയ്തത്. അതും കൂടി കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രിസ്പർ ടെക്നോളജി സിംഗിൾ സെൽ ക്ലോൺസിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ പറ്റിയും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. സോ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ താങ്ക് യു ഗൈസ് ഫോർ ഷോയിങ് പേഷ്യൻസ് ടു വാച്ച് മൈ വീഡിയോ ടിൽ എൻഡ്.